മഹാലക്ഷ്മി തിരുവാതിര. മഹാലക്ഷ്മി തിരുവാതിര. മഹാലക്ഷ്മി തിരുവാതിര. മഹാലക്ഷ്മി തിരുവാതിര. അമ്മയെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴും അമ്മയുടെ പേര് കേൾക്കുമ്പോ ഗിരിയുടെ ഹൃദയം തുടിക്കാണല്ലോ. ഗണേശൻ ഉത്തരം. ഗിരി ആരെയും നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ മൊത്തത്തിലെ അമ്പലത്തിന്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കായിരുന്നു. ഗിരിധർ നമ്പ്യാർ കാർത്തിക. ഗിരി പ്രസാദം വാങ്ങിക്കും. അങ്ങനെ കോഴിക്കോട് യാത്രയിലെ സുമിതയുടെ പ്രധാന ആവശ്യങ്ങളൊക്കെ നടന്നില്ലേ? താങ്ക് യു ഗിരി, താങ്ക് യു സോ മച്ച്. ശരി, ഇനി നമ്മൾ എങ്ങോട്ടാണ് പറ? ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗിരി എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നില്ലേ? ഇനി ഗിരിയുടെ ഇഷ്ടത്തിന് ഞാൻ വരാം. എന്താന്ന് വെച്ചാ ഗിരി അങ്ങ് പ്ലാൻ ചെയ്തു, ഞാൻ എന്തിനും റെഡി. എന്നാലേ അന്ന വിചാരം മുന്ന വിചാരം എന്നല്ലേ, അതുകൊണ്ട് നമുക്ക് ആദ്യം ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് അരച്ച് കലക്കി കുടിക്കാൻ പോവാം. ഹലോ നിധിയേട്ടാ. ഹലോ ഡാർലിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം നിധിയേട്ടാ, ഇങ്ങനെ പോകുന്നു. അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അത് പിന്നെ ഗിരിയേട്ടനും സുമതിയടുത്തേയും കോഴിക്കോട് പോയതുകൊണ്ടേ ഓഫീസിന്റെ ചാർജൊക്കെ എനിക്കല്ലേ, നിന്ന് തിരിയാനേ സമയം കിട്ടുന്നില്ല. അതേതായാലും നന്നായി. അനിയന് കുറച്ചൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടെന്ന് ഗിരിയേട്ടൻ കരുതി കാണും. അല്ല, എന്തായി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം? എന്തു കാര്യം? നമ്മളന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയില്ലേ, അത് മറന്നോ? നാളെ നമുക്കങ്ങ് പുറപ്പെട്ടാലോ? അയ്യോ നിധിയേട്ടാ, അത് നടക്കും തോന്നില്ല. എന്തു പറ്റി? നമ്മള് തമ്മിലുള്ള അടുപ്പം സാനുവേട്ടത്തിക്ക് അറിയാന്ന് തോന്നുന്നു. സാനിയ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ആക്ച്വലി അന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞിട്ട് നിധിയേന്റെ കൂടെ വന്നില്ലേ, അത് ഏട്ടത്തിക്ക് മനസ്സിലായി. അതെന്നോട് ചോദിച്ചു. അതെങ്ങനെ? നീ എന്നോട് ഫോണിൽ സംസാരിക്കുന്ന വല്ലതും കേട്ട് കാണും? അതിനൊന്നും ഒരു സാധ്യതയുമില്ല. പക്ഷെ ഞാൻ നിധിയേട്ടന്റെ കാറിൽ കയറി പോകുന്നത് ഏടത്തി കണ്ടോന്ന് എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിലേ സനുവേട്ടത്തിക്ക് എന്നോട് ദേഷ്യ. ഏട്ടത്തി പ്രഗ്നന്റ് ആയ കാര്യം എല്ലാവരെയും അറിയിച്ചത് ഞാനെന്നാണല്ലോ ഏട്ടത്തി പറയുന്നത്. ആ വൈരാഗ്യം മനസ്സിൽ വെച്ച് ഏട്ടത്തി എങ്ങനെ എന്നെ കുരുക്കാൻ നോക്കി നടക്കുക ഇപ്പോ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒരു യാത്ര പ്ലാൻ ചെയ്താ അത് കൂടുതൽ പുലിവാലാവത്തേ ഉള്ളൂ. നേരെ ശരിയാ. സനു ആളൊരു പ്രത്യേക ടൈപ്പാ. അവളുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നിയ അവരുടെ സമാധാനം കളഞ്ഞ അവൾ അടങ്ങും. എനിക്കറിയാം നിധിയേട്ടാ, അത് തന്നെ എന്റെ പേടി. എന്നാ പിന്നെ തൽക്കാലം ഒരു കാര്യം ചെയ്യും, സാനിയെ എങ്ങനെയും ഒന്ന് കയ്യിലെടുത്ത് കൂടെ നിർത്താൻ നോക്ക്. സാനിയുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന്റെ അവസാന കരടുകൂടി നീക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള കാര്യം നോക്കാൻ.
ആദ്യമെല്ലാം ഒന്ന് സമാധാനപരമാവട്ടെ. യാത്രയുടെ കാര്യമൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് സൗകര്യമായിട്ട് ആലോചിക്കാം. ശരിയെന്നാ, നന്നായിരിക്കേ. എന്തിനും ഏതിനും ഞാനുണ്ട്. ശരി നിധിയേട്ടാ. സനു അമ്മയൊക്കെ ഇതറിഞ്ഞ വൻ വിഷയവും. ഏട്ടനില്ലാത്ത സമയത്തൊന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചത് അത് ചീറ്റിപ്പോയില്ല. ആഹാ, ഇതാരാ വന്നിരിക്കുന്നേ? മോളെ കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കേറി വാ മോളെ. മോളിരിക്കെ, ഞാൻ സനുവിനെ വിളിക്കാം. സനു, ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. വാ, കേറി വാ മോളെ, വാ. ആരാ ഇത്? മോക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ? രണ്ടും വേണ്ട. അമ്മ ഒരു ഗ്ലാസ് തണുത്തോളം തന്നാ മതി. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വീണ ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഉറപ്പായും സനു എടുത്ത് വിളിച്ചു വരുത്തിയത് തന്നെയായിരിക്കും. എന്തിനാ അതെന്ന് അറിയണല്ലോ. അപ്പോ നീ എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ആകെ പെട്ടിരിക്കുക വീണേ. പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ആരോടും പറയാതെ മറച്ചു വയ്ക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു. പക്ഷേ കുടുംബത്തിനകത്തുള്ള ചിലര് അത് പൊളിച്ചു. നമ്മുടെ മിലാനിലെ ഷോ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. പ്രഗ്നൻസി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് നീ മിലാനിലെ ഷോ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? അതന്നെയാണ് എന്റെ പ്രശ്നവും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല എനിക്ക്. അതെനിക്ക് നന്നായി അറിയാം. രണ്ടിൽ ഏത് വേണോന്ന് ചോദിച്ചാ മിലാനിലെ ഷോ എന്ന് മാത്രമേ എനിക്ക് ഉത്തരവുള്ളൂ. നീ എന്താ സനു ഉദ്ദേശിക്കുന്നത്? ഇത് എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യണം. നീ എന്തീ പറയുന്നത്? അത് ഇനി നടക്കോ? വീട്ടുകാരെല്ലാരും ഇത്ര ആഘോഷാക്കിയ സ്ഥിതിക്ക് ആഘോഷം മണ്ണം കട്ട. എനിക്ക് എന്റെ ലൈഫാണ് വീണേ വലുത്. ജീവിതത്തിൽ കുട്ടികൾ ഇനിയും ഉണ്ടാവും. പക്ഷേ പ്രൊഫഷണൽ ലൈഫിൽ കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി ഇനി ഒരിക്കലും കിട്ടണമെന്നില്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും മരുന്ന് കഴിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനിയൊരു ഡോക്ടറെ സഹായം ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു അബോർഷൻ അതെങ്ങനെ സാധ്യമാവും സാനിയ? സാധ്യമാകണം. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. രഹസ്യമായി ഇത് നടത്തിത്തരുന്ന ആശുപത്രികൾ ഏതൊക്കെയാണെന്ന് നീ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ പോയിട്ടൊന്ന് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത നിനക്ക് അങ്ങനെ ഒരു അബോർഷൻ നടത്താൻ ആരെങ്കിലും തയ്യാറാവുമോ എന്നാ എന്റെ സംശയം. അത് മാത്രമല്ല, അതിന് ഭർത്താവിന്റെ കൺസേണും വേണം. നിന്നെ ഒരു ലീഗൽ അഡ്വൈസ് തരാനല്ല ഞാൻ വിളിച്ചു വരുത്തിയത്. ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാ. ഇനിയും വഹിച്ച പ്രശ്നം എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. നീ പറഞ്ഞ നിയമപ്രശ്നങ്ങളും നൂലാമാലകളും ഒക്കെ കാശ് കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഇതാരാണെന്ന് ഗിരിക്കറിയോ? ആരാ? ഒരു ദേശത്തിന്റെ കഥാകാരൻ. അങ്ങനെ ഒരാളുണ്ടോ? അയാൾക്ക് പേരില്ലേ? SK പൊറ്റക്കാട്. വലിയ സാഹിത്യകാരനാ. ജ്ഞാനപീഠ പുരസ്കാരം വരെ കിട്ടിയിട്ടുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് ഈ തെരുവിലൂടെ എന്നും നടന്നു പോയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എങ്കിൽ ഏതായാലും നമുക്കും ആ വഴിയിലൂടെ
സുമി വല്ലപ്പോഴും അലുവ കഴിക്കുന്നത് അതിങ്ങനെ വിലക്കാ ശരിയാവൂ? എനിക്ക് കൊതിയാവുന്നു. എന്നുവെച്ച് ഇങ്ങനെ വാരി വലിച്ചു കഴിക്കാൻ പറ്റുമോ? മതി, നിർത്ത്. ഇത് തന്നെ ധാരാളം. ചായ കൊള്ളാം. ഗിരി എന്താ നോക്കുന്നേ? ഒന്നുമില്ല, വാ പോ സമി. എന്ത് പറ്റി ഗിരി? നമുക്ക് ഇവിടെ തന്നെ ചുറ്റിക്കറിയാൻ മതിയോ? ഇനിയും കോഴിക്കോട് എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. ആ, അത് ശരിയാ. ഗിരി എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തു. ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്. മതി, വാ പോ. ചായ. എഴുന്നേക്ക്. സുമി, ഇതെങ്ങനെയുണ്ട്? പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഫോളോ കോഴിക്കോടിന്റെ പ്രധാന രുചികളിൽ ഒന്നാണ് ഈ ഹോട്ടലും ഇവിടുത്തെ ബിരിയാണി. ഗിരിയെപ്പോലെ ഒരു ഭക്ഷണപ്രിയൻ കോഴിക്കോട് വരുമ്പോ ഇവിടുത്തെ രുചി മിസ്സാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഉച്ചഭക്ഷണം ഇവിടെ തന്നെ ആവാന്ന് ഞാൻ തീരുമാനിച്ചത്. താങ്ക് യു സുമി. ഇത്രയും രുചിയുള്ള ബിരിയാണി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, അറിയോ? വെജിറ്റേറിയൻ ആയ സുമി എങ്ങനെ ഇത്രയും രുചിയുള്ള നോൺ വെജ് കട കണ്ടുപിടിച്ചത്? ആ, ഞാൻ മാത്രമേ വെജിറ്റേറിയൻ ആയിട്ടുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല ഒന്നാന്തരം നോൺ വെജിറ്റേറിയൻ ആളുകളാ. പ്രത്യേകിച്ച് നമ്മുടെ ഐഷുവിനെ പോലുള്ള ആളുകള്. പണ്ട് കോളേജിൽ നിന്ന് ടൂറിനൊക്കെ വരുമ്പോ അവരുടെ കൂടെ ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് ഗിരിയുടെ കൂടെ ഇവിടെ തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, എന്റെ സ്വാമി നമിച്ചിരിക്കുന്നു. എന്തൊരു ഓർമ്മശക്തിയാണ്. പണ്ട് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ വന്ന ഓർമ്മ വെച്ച് ഈ ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്റെ പൊന്നു സുമി, നീ ഒരു സംഭവം തന്നെയാണ്. എന്റെ ഓർമ്മശക്തിയെ കണ്ണുവെക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട് സാർ ഞങ്ങളുടെ ഭക്ഷണം? കൊള്ളാം. സാറിനെ പോലെ വലിയൊരാൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് തന്നെ ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ് സാർ. ഞാനിവിടെ വരാൻ കാരണക്കാരി എന്റെ ഭാര്യയാണ്. താങ്ക് യു മാഡം. യു വെൽക്കം. എന്തായാലും സാർ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിസിറ്റർ ഡയറിയിൽ എന്തെങ്കിലും എഴുതണം സാർ. ഉറപ്പായും എഴുതാം. താങ്ക് യു സാർ. താങ്ക് യു മാഡം. ശരി. പാവം, അയാൾക്കറിയില്ലല്ലോ ബിസിനസ് മാഗ്നറ്റ് ഗിരിധർ നമ്പ്യാർ ഒരു വലിയ തീറ്റിപ്പണ്ടാരാണെന്ന്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിച്ചു തീർത്തോട്ടെ. ഓ, ഒന്ന് സമാധാനമായിട്ട് കഴിക്കാൻ സമ്മതിക്കും.
ആകാശം. ഹലോ ആകാശ്. എന്തൊക്കെയുണ്ട് ഗിരി കോഴിക്കോട് വിശേഷങ്ങളൊക്കെ? നിങ്ങൾ രണ്ടുപേരും കൂടിട്ടേ അവിടെ ഇളക്കി മറിക്കുന്നു കേട്ടല്ലോ. ഞാനിപ്പോഴേ ഒരു ബിരിയാണി ഇളക്കി മറിച്ചോണ്ടിരിക്കുക ഇവിടെ. സത്യത്തിൽ നീയേ തിന്നാൻ വേണ്ടി പോയതാണോ കോഴിക്കോട്? എടാ, ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ സംസ്കാരം അറിയണമെങ്കിൽ അത് ആഹാരത്തിൽ കൂടെ മാത്രമേ സാധിക്കൂ. ഈ കാര്യങ്ങൾ നിനക്കറിയില്ല? ഇതൊക്കെ നിന്നെ ആരെ പഠിപ്പിച്ചേ? സത്യം പറഞ്ഞ ഗിരിധർ നമ്പ്യാർ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? എന്തായാലും സുമിതയുടെ കൂടെ കൂടിയതിനു ശേഷം നിനക്ക് ഇച്ചിരി വിവരം വെച്ചിട്ടുണ്ട്. ആ ക്രെഡിറ്റും അവക്ക് തന്നെ. ശരി, നീ വിളിച്ച കാര്യം പറ. അതെ, നിങ്ങളുടെ ഈ ആഘോഷത്തിനിടയിൽ നമുക്ക് കോഴിക്കോട് ചെയ്യേണ്ട കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഇത്തിരി സമയം കണ്ടെത്തണം. നീ കാര്യം പറ. അവിടെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവരുമായി നമ്മുടെ കമ്പനിക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ചർച്ചയാണ്. ഞാനതൊന്ന് സുമിയോട് കൂടി ചോദിച്ചിട്ട് പറയാം. സുമി, ഇതിനിടയിൽ ഒരു ഓഫീസ് മീറ്റിംഗ് പ്ലാൻ ചെയ്താൽ കുഴപ്പമില്ലല്ലോ? എന്ത് കുഴപ്പം? അതും ഇതിന്റെ ഇടയിൽ കൂടെ നടക്കട്ടെ. എടാ, സുമി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴാന്ന് വെച്ചാ മീറ്റിംഗ് ഫിക്സ് ചെയ്തോ? ശരി സാറേ, അങ്ങനെ ആവട്ടെ. ഓക്കെ. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ടുള്ള മീറ്റിംഗാ. സുമിയും വരണം. സാർ, ഇനി എന്തെങ്കിലും? അതെ, ഒരു ബിരിയാണി കൂടെ വേണം. കൊണ്ടുവരാം സാർ. താങ്ക്സ്. എന്താ ഗിരിയുടെ ഉദ്ദേശം? ഇപ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റൂ. കോഴിക്കോട് വിട്ടാ പിന്നെ ഇതൊക്കെ എവിടെ കിട്ടാൻ? എങ്ങനെയുണ്ട് അവരുടെ കോഴിക്കോട് ട്രിപ്പ്? ഗിരിയുടെ മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവനിപ്പോ ഒഫീഷ്യൽ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന പോലെ സുമതിയോട് ചോദിച്ചിട്ടാ. അതാണ് പെണ്ണിന്റെ മിടുക്ക്. അക്കു നോക്കിക്കോ, അധികം താമസിക്കാതെ അവര് മാതൃകാ ദമ്പതികളായിട്ട് മാറും. മാതൃകാ ദമ്പതിമാരാവാനേ അവര് നമ്മളെ കണ്ടാണല്ലോ പഠിക്കുന്നേ. എന്താ പറഞ്ഞേ? മാതൃകാ ദമ്പതിമാരോ? നമ്മളോ? അയ്യടാ, അതിനെ എന്റെ അക്കു ഒന്നുകൂടെ ഒന്ന് നേരെയാവാനുണ്ട്. ചായ. ഇതെന്താ പതിവില്ലാത്തൊരു ചായ സൽക്കാരം? ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? ഏട്ടത്തി പുറത്തു പോലും പോകാതെ ഇവിടെ റൂമിലിരുന്ന് ബോറടിക്കല്ലേ, അപ്പൊ ഒരു ചായ തരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ചായ തന്നല്ലോ, പിന്നെന്തിനാ ഇവിടെ നിന്ന് താളം ചവിട്ടുന്നേ? എനിക്ക് എന്റെ തടി രക്ഷിക്കണമെങ്കിൽ കുറച്ചൊക്കെ താളം ചവിട്ടിയല്ലേ പറ്റൂ. എനിക്ക് ഏടത്തിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഞാനന്ന് ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയില്ലേ, അത് നിതീഷേട്ടനെ കാണാൻ തന്നെയായിരുന്നു. പക്ഷെ അതിവിടെ വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ കള്ളം പറഞ്ഞത്. അങ്ങനെ കള്ളത്തരം കാണിച്ച് നിതീഷേട്ടന്റെ കൂടെ പോയത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാമോ നന്ദു? എന്തായാലും പറ്റിപ്പോയി. ഏട്ടത്തി അത് വിട്ടു കളഞ്ഞേക്ക്. ഇനിയിപ്പോ അതെല്ലാവരോടും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ ആള് കൊള്ളാലോ, തെമ്മാടിത്തരം കാണിച്ചിട്ട് കൂളായി നിന്ന് പറയുന്ന കണ്ടില്ലേ? ഞാൻ വിട്ടുകളയണോന്ന്. നീ എന്നോട് ചെയ്തതൊക്കെ ഓർക്കുമ്പോ ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല നന്ദു. അങ്ങനെയൊക്കെ എന്നോട് കാണിച്ച് നിന്നോട് പൊറുക്കാനും ക്ഷമിക്കാനേ ഞാൻ മഹാത്മാഗാന്ധി മദർ തെരേസയൊന്നും അല്ല. എന്റെ പ്രഗ്നൻസി കാര്യം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ ഇത്രയധികം മട്ടം കറക്കിയതേ നീ ഒറ്റൊരുത്തിയ. അങ്ങനെയുള്ള നിനക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരായുധവും ഞാനങ്ങ് വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏട്ടത്തി അങ്ങനെ എന്നെ ദ്രോഹിക്കാനായി ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്കും ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വരും. പറയാനുള്ളതെല്ലാം നീ ഇതിനകം തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എന്താ നിനക്ക് പുതിയതായി പറയാനുള്ളത്? ഏട്ടത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ശരിയാ. എന്നാൽ ആ പ്രഗ്നൻസി ഏട്ടത്തി രഹസ്യമായി അബോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കട്ടെ. എന്തേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എന്താ അനാവശ്യം ഈ വിളിച്ചു പറയുന്നത്? അനാവശ്യമല്ല, സത്യങ്ങൾ.